അപ്പം നമ്മുടെ സീരീസിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലഡ് ഉണ്ടാക്കാൻ പോകട്ടോ, ഫേക്ക് ബ്ലഡ്. അത് സംഭവം വർക്കാവില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ യൂട്യൂബൊക്കെ നോക്കി കണ്ടുപിടിച്ചതാണ്. ഫസ്റ്റ് ട്രൈ കൊണ്ട് ഇതിപ്പോൾ ഫ്ലോപ്പായി പോയാൽ തന്നെ സാധനങ്ങൾ വേസ്റ്റ് ആണ്ടിരിക്കും. ഇത്തിരി പഞ്ചസാര, ഇത്തിരി വെള്ളം ഒഴിക്കണോട്ട്, എന്നിട്ട് തിളക്കുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, അങ്ങനെ ഞാൻ ആഗ്രഹിച്ച അതേ കണ്ടീഷൻ തന്നെ സംഭവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫുഡിൽ ആഡ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ കളർ കുറച്ച് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ തന്നെ സംഭവം സക്സസ്. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഒന്നും വേസ്റ്റ് ആയിട്ട് നമ്മുടെ ചോറ് റെഡി ആയിരിക്കുകയാണ്. ഇതാകുമ്പോൾ വായിലൊക്കെ പോയൊരു കുഴപ്പമില്ലല്ലോ. ആക്ച്വലി വേറൊരു മെത്തേഡും കണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിലെ ഡിറ്റർജൻറ്റ് പൗഡറും മഞ്ഞപ്പൊടി ഇട്ടിട്ട് പിന്നെ അത് ലിക്വിഡ് ഫോർമാറ്റ് ആയിരിക്കും. ഈ ഷുഗർ സിറപ്പ് ആകുമ്പോൾ നല്ലൊരു കൊഴുകൊഴുപ്പ്, ആ ഒരു കട്ടിപ്പ് കിട്ടുമെന്ന് ഓർത്താണ് ഇത് തന്നെ ചൂസ് ചെയ്തത്. പിന്നെ വായിപ്പോയാലും കുഴപ്പമില്ലല്ലോ. ശേഷം ഭാഗം ക്രീം. അങ്ങനെ നമ്മുടെ ഹെയർ എക്സ്റ്റൻഷന് വേണ്ടിയുള്ള ബ്ലഡ് റെഡി ആയിരിക്കുകയാണ്. എക്സ്റ്റൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ റിയൽ ലൈഫിൽ ഇതൊന്നും ഉപയോഗിക്കാൻ താല്പര്യമുള്ള മുടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹം, എന്ന സെറം യൂസ് ചെയ്യാനും താല്പര്യമില്ലെങ്കിൽ അവർക്ക് ഞാൻ ഒരുപാട് പറയും. ഞാൻ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടർ സ്പ്രേ. ഇത് എന്താണെന്ന് വെച്ചാൽ പക്ക വെള്ളം പോലെ തന്നെയാണിത്. ആ ഒരു സെറത്തിൻ്റെ കട്ടിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കറക്റ്റ് പച്ചവെള്ളം ആ ഒരു ഇത് തന്നെ. അതിലൊരു നല്ല മണം ഉണ്ടാവുമെന്ന് മാത്രം. അതുപോലെ ഇത് യൂസ് ചെയ്യാനൊട്ടും പാടില്ല. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ബോട്ടിൽ എടുക്കാതെ ഇങ്ങനെ സ്കാൾപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജിനാണ് ഏറ്റവും നല്ലൊരു മെഡിസിൻ എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ചേഞ്ച് വിസിബിൾ ആയിട്ട് കാണാൻ അനുഭവിക്കാനൊക്കെ പറ്റുള്ളൂ. ഇത് വെള്ളം പോലെ തന്നെ ആയതുകൊണ്ട് സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അതങ്ങ് സ്പ്രെഡ് ആയിക്കോളും. ക്വിക്ക് അബ്സോർപ്ഷനാണ്. അതുപോലെ ഗ്രീസി ഫീലും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. അത്രയും ലൈറ്റ് വെയിറ്റ് ടെക്സ്ചറാണ് ഇത്. കണ്ടോ, കറക്റ്റ് ഒരു വെള്ളത്തിൻ്റെ രീതി തന്നെ. അതുപോലെ നമ്മുടെ ആൽപ്സിൻ്റെ റോസ്മേരി വാട്ടർ ആണ് ഇന്ത്യയിൽ തന്നെ ക്ലിനിക്കലി പ്രൂവ് ആയിട്ടുള്ള ഫസ്റ്റ് റോസ്മേരി വാട്ടർ. നമ്മുടെ ഹെയർ ഗ്രോത്തിന് 12 വീക്സിൽ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ എക്സ്പെൻസ് കൊണ്ട് ടെക്സ്ചർ കൊണ്ട് സെറം യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ തന്നെയാണ് ഈ വാട്ടർ സ്പ്രേ. അതേ റിസൾട്ട് അല്ലെങ്കിൽ അതിന് ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തത് ഇങ്ങനെ ഒരു വിസിബിൾ ചേഞ്ച് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എപ്പോഴും പറയുന്നത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്ട്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഹെയർ ഫോൾസ് ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം. വേറെ രോഗകാരണങ്ങളുകൊണ്ട് നല്ല മുടി ഇങ്ങനെ കൊഴിയണമെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് നിങ്ങൾക്ക് എന്തായാലും ആ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ ഒരു ടാഗ് ചെയ്തിട്ടേക്കാം.